സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം. തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവന്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് പ്രവർത്തിച്ച് എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം, എൻ്റെ നാക്ക് ശരിയല്ല, എൻ്റെ പ്രവൃത്തി ശരിയല്ല. ഞാൻ എടുത്തുചാട്ടക്കാരനാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം. തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ടേ എനിക്ക് എൻ്റേതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടെന്ന് ഞെട്ടി. എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം പറ്റും. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. ഈ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകളൊക്കെ ഇട്ട് തുടങ്ങി. ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിലൊക്കെ ആളുകൾ ഇട്ട് തുടങ്ങി. ഞാനത് ജിനീഷ് ഭായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുക, എനിക്ക് ജിനീഷ് ഭായിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയാൻ പാടില്ല. അത് ജിനീഷ് ഭായിക്ക് അറിയാം. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി രാജയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചളിയടിമാലി ഉണ്ടോ, അമ്മ പടത്തിൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാനൊരു മരിച്ചിട്ട് തിരിച്ചു വന്നയാളാണ്. ഇനി അല്ല, ഞാൻ പറയാണ് മൊത്തത്തിൽ ഞാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഈ ഫീൽഡ് വരെ വിടാനാണ് തൃപ്തിയെങ്കിൽ ഞാനത് വിടും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ചേട്ടന് വരുന്ന കമന്റുകൾ രാവും പകലും ഞാൻ ഓരോ നെഗറ്റീവ് വരുന്നൊക്കെ ഡിലീറ്റ് ചെയ്ത്, അതായത് എന്തിട്ടാലും ഡിലീറ്റ് ചെയ്ത് ഇന്ന് വരെ ഞാൻ ചേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. അല്ല, ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരും ഉപദ്രവിക്കണ്ട, എന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു സൈഡിൽ കൂടെ ഫാമിലി അല്ലല്ല, വളരെ കഷ്ടപ്പെട്ട് ജിനീഷ് ഭായി നമ്മൾക്കെല്ലാം വാശി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു വെച്ചാൽ എൻ്റെ സ്വഭാവം. കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം, എൻ്റെ നാക്ക് ശരിയല്ല, എൻ്റെ പ്രവൃത്തി ശരിയല്ല. ഞാൻ എടുത്തുചാട്ടക്കാരനാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം. തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ടേ എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ചേട്ടാ അതൊക്കെ പോട്ടെ, ചേട്ടാ എന്നെ എവിടെ വേണേലും പരിശോധിച്ചു. ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ഈ അഷ്റഫിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു കൊടുത്തത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു. ആള് പറഞ്ഞു ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു പരിപാടിയില്ല, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. ഹലോ, മുകേഷ് യാദവ് മാധവ്. ഇപ്പോൾ നമ്മൾ കേട്ടത് ബിനു അടിമാലിയുടെ ശബ്ദരേഖയാണ്. എന്തിനാണ് ഇപ്പോൾ ബിനു അടിമാലിയുടെ ശബ്ദരേഖ ഇവിടെ വെച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണമൊന്നുമല്ല, ബിനു അടിമാലി ഫോട്ടോഗ്രാഫറായ ജിനേഷിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ക്യാമറ തല്ലിപ്പൊളിക്കുകയും ചെയ്തു എന്നുള്ള പരാതി വരികയുണ്ടായി. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ജിനീഷിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആളുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല, ഫോട്ടോ ഇട്ടതിൽ തന്നെ തെറിവിളികളാണ്. ആളുടെ സോഷ്യൽ മീഡിയയിൽ തെറികൾ വരുന്നു, ബാഡ് കമൻറ്റുകളൊക്കെ വന്ന് എനിക്ക് അത് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനത് ചെയ്തിട്ടില്ല, പലവട്ടം ഞാൻ ആളോട് പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിനു അടിമാലിക്ക് ജിനീഷ് എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫറെ സംശയം തോന്നുകയും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ബിനു അടിമാലി ജിനീഷിനെ മാറ്റി നിർത്തിയത്? അതിന് ബിനു അടിമാലിക്ക് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ പുള്ളി എൻ്റെ പേജ് നോക്കാൻ വന്ന ആൾ എന്നോട് ചോദിക്കുകയാണ്, ചേട്ടാ ഈ പേജ് കൊടുക്കണ്ടോന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പേജ് കൊടുക്കണ്ടോന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തിനാ നമ്മൾ പേജ് കൊടുക്കണേ, വേണ്ട. അപ്പോൾ ഇത് ഈ പേജ് വഴി മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് നമുക്കപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ആയി കഴിഞ്ഞപ്പം എന്നോട് ചോദിക്കാതെ പിന്നെ എൻ്റെ പാസ്വേഡുകൾ മാറ്റുക. ഇവിടെ ബിനു അടിമാലി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അദ്ദേഹം അറിയാതെ മാറ്റുകയും അത് മിസ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ബിനു അടിമാലിയുടെ വാദം. അതുപോലെ തന്നെ വേറെയും പല കാര്യങ്ങളും ബിനു അടിമാലി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് വിളിക്കുക, ഇത് പുള്ളിയുടെ എന്നും പറഞ്ഞാണ് പുള്ളി വിളിക്കുന്നത്. അപ്പോൾ പൈസ തരണ്ടോ? അപ്പോൾ പുള്ളിയുടെ ആയതുകൊണ്ട് ഞാൻ പൈസ മേടിച്ചില്ല. ഞാനും ജസീല എന്നും പറഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലെ ഒരു പുള്ളിക്കാരൻ. അപ്പം എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവരുമായിട്ട് എന്തോ ടൈപ്പ് അവൻ്റെ ആണോന്ന് ഒരു സംശയമാണ്. നമ്മുടെ ഈ പേജിൽ
ആഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. അതെ, എനിക്കങ്ങ് പൈസ കിട്ടിയിട്ടില്ല, കിട്ടാറുമില്ല. അവിടെ നിന്ന് മേടിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ പേജിൽ വരുന്ന ആടുകൾക്ക് അദ്ദേഹത്തിന് പൈസ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും കൂടെ ബിനു അടിമാലി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജിനേഷിനെ പുറത്താക്കിയതിന് ബിനു അടിമാലിയുടെ വാദം ഇതൊക്കെയാണ്. പക്ഷേ ജിനേഷ് പറയുന്നത് മറ്റൊരു വാദമാണ്. എന്തായാലും നമുക്ക് ആ വാദം കൂടെ കേട്ടു നോക്കാം. മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് ആൾ എടുക്കണ്ട എന്നാണ് ആൾ പറഞ്ഞു പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി ത്രൂ ഔട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്നോട് ഇതിനോടത്ത് 2 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ ആക്സിഡൻ്റ് ആയതിനു ശേഷം ആളുടെ ഒരു ഇമേജ് അവിടെ അതായത് ആ ഗൾഫ് പ്രോഗ്രാമും സന്തോഷ് പണ്ഡിത്തിൻ്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോഴും ഭയങ്കര ബാഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് വരാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജിനേഷ് പറഞ്ഞു വെക്കുന്നത് ഇവർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. ഇതിൽ ജിനേഷും പങ്കാളിയാണ് എന്ന് വേണം ഓർക്കാൻ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ മണ്ടരാക്കി എന്ന് വേണം പറയാൻ. ഇത് ആര് പ്ലാൻ ചെയ്തതാണെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതേപോലെയാണ് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു മീഡിയനെ വിളിച്ചു. അതടക്കം ഞാൻ അറേഞ്ച് ചെയ്തതാണ്. അവിടെ പോയി ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോകണതടക്കം പ്ലാനിങ് ആയിരുന്നു. ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പറയണത് വേറെ ഒന്നുമല്ല, ആൾ അത്രയ്ക്കിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇത് ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം. ഇവിടെയും ജിനേഷ് പറഞ്ഞു വയ്ക്കുന്നത് ബിനു അടിമാലിയുടെ സ്വഭാവത്തെ പറ്റിയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ അറ്റാക്കുകളെ നേരിടാൻ വേണ്ടി അദ്ദേഹം ആളുകളുടെ സിമ്പതി വാങ്ങുന്നതിന് വേണ്ടിയാണ് കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് വന്നതെന്ന്. ആ വാചകത്തിനോട് എനിക്ക് അത്രമാത്രം യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരേ വേദിയിൽ കുറേ നാളുകൾ വർക്ക് ചെയ്ത ഒരാളോട് ആത്മാർത്ഥത ബിനു അടിമാലിക്കും കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് ബിനു അടിമാലി വന്നത് ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ബിനു അടിമാലി തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ബിനു അടിമാലിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ നമുക്ക് കേട്ട് നോക്കാം. സുധിയുടെ വീട്ടില് ഇവന്റെ നിർബന്ധപ്രകാരമാണ് സുധിയുടെ വീട്ടിൽ പോകണം. ചേട്ടാ, നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും. പറഞ്ഞ ഈ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം, നമുക്ക് വരുമാനം കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പേജിലേ ഇതിട്ടുണ്ട, ഇതിന്റെ പൈസ എനിക്ക് വേണ്ട. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ അറിയാതെ ഒരു വീഡിയോ എടുത്തു ഫുള്ള്. അത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചു തന്നു. ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചു തന്നു. ലാസ്റ്റ് ബെല്ലൈക്കൺ അമർത്തു, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള സാധനം വരുമ്പോഴാണ് ഞാൻ അറിയണേ. അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, നമ്മുടെ സുഹൃത്ത്, അവൻ്റെ സുഹൃത്താണ്. പറഞ്ഞ ഇത് പുള്ളി പറഞ്ഞ് ജിനീഷ് ചെയ്താന്ന് പറഞ്ഞു. അല്ല, ഈ അഷറഫ് കോട്ടപ്പുറം. ഞാൻ ജിനീഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജിനീഷ് പറഞ്ഞു പുള്ളി ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായി. ഇവിടെ ബിനു അടിമാലി പറഞ്ഞു വെക്കുന്നത് ഈ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി താൻ അറിയാതെയാണ് കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് താൻ പോയപ്പോൾ ക്യാമറയിൽ ഇതെല്ലാം പകർത്തിയെന്ന്. അത് ബിനു അടിമാലി അറിയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഈ വീഡിയോ കാണിക്കുമ്പോഴാണ് എന്നാണ് ബിനു അടിമാലി പറയുന്നത്. അതുപോലെ തന്നെ ബിനു അടിമാലി പറയുന്നുണ്ട് താൻ ജിനീഷിനെ വിളിച്ചത് ചോദിച്ചപ്പോൾ ജിനീഷ് അത് നിരസിച്ചെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് പോകുന്ന യാത്ര ഷൂട്ട് ചെയ്യണമെന്ന് ബിനു അടിമാലി ആഗ്രഹിച്ചിരുന്നില്ല. അത് ജിനീഷിന്റെ പ്ലാൻ തന്നെയായിരുന്നു. അത് ജിനീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മഹേഷിൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റിന് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ ഇതായതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു ഫോട്ടോസ് ഇട്ടോ, വീഡിയോസ് ഇട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇത് എഡിറ്റ് ചെയ്ത് വന്നായിരുന്നു. ഒരു ആള് പേജിൽ ഇടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്വഭാവം ബിൽച്ചാൻ്റെ പേജിൽ ഇടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് അത് കയറിപ്പോവുള്ളൂ. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനൽ ഇടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് ആളോട് പറഞ്ഞില്ല. അത് റീസൺ കണ്ടുപിടിക്കുന്നതാണ്. ഒരു ഫേസ്ബുക്കിൽ ഫോട്ടോ പോലും ഇടാൻ അറിയാത്ത ബിനു അടിമാലി ഇതെല്ലാം പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. എന്തായാലും ഇതിനകത്ത് ജിനീഷ് എന്ന് പറയുന്ന ആൾക്കും വ്യക്തമായ കൈയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കിയത്. അതിന്റെ സൂത്രധാരൻ ജിനീഷ് തന്നെയാണ്. എന്തായാലും ബിനു അടിമാലി പറഞ്ഞു വെക്കുന്നത് താൻ അറിയാതെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള സംശയം കൊണ്ടാണ് ജിനീഷിനെ അദ്ദേഹം പുറത്താക്കിയത്. അതിനുശേഷം ജിനീഷ് പാസ്വേഡ് എല്ലാം കൈമാറിയതിനു ശേഷം പിന്നീട് ബിനു അടിമാലിക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോഴെല്ലാം ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി ഈ ജിനീഷിനെ സംശയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിചാരം ഇപ്പോഴും ജിനീഷാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പണ്ട് പാസ്വേഡ് മാറ്റിയതിന്റെ കൂട്ട് തന്നെ ജിനീഷാണ് പാസ്വേഡ് മാറ്റി എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ജിനീഷിനോട് വൈരാഗ്യം തോന്നി. അതുപോലെ തന്നെയാണ് ആ സമയത്താണ് സന്തോഷ് പണ്ഡിത്തിന്റെ ആ വിഷയവും കയറി വന്നത്. അതിനെ തുടർന്ന് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് കിട്ടിയതിനെ തുടർന്ന് ഇതെല്ലാം ചെയ്യുന്നത് ജിനീഷാണെന്ന് ബിനു അടിമാലി തെറ്റിദ്ധരിച്ചു. അതിനെ തുടർന്ന് പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ജിനീഷ് പറയുന്നുണ്ട്. ഡാങ്ക് വന്നിട്ട് തന്നെ വലിച്ച് റൂമിലോട്ട് കയറ്റി. അവിടെ ആണെന്ന് തെറിയെന്ന് വെച്ച് പറയാത്ത തെറികളൊന്നുമില്ല. പിന്നെ ആള് തള്ളിയിട്ടിട്ട് എൻ്റെ ബാഗിന് വേണ്ടിയിട്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു,
ബാഗ് മേടിച്ച് താഴെ അടിക്കുക ചെയ്തത്. ഇവിടെ ജിനീഷ് പറയുന്നത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ക്യാമറ വലിച്ച് നിലത്തേക്കിടുകയും ചെയ്ത് പൊട്ടിച്ചു എന്നുള്ള പരാതിയാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ്. കാരണം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരു സംശയത്തിന് പുറത്ത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതുപോലെ ജിനീഷ് പറഞ്ഞതുപോലെ തന്നെ ബിനു അടിമാലിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കാണും. എന്തായാലും നമുക്ക് അതും കൂടെ കേട്ട് നോക്കാം. ഞാൻ ചോദിച്ചു, ഞാൻ അവനെ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല. എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയണം, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. ഇവിടെ ബിനു അടിമാലി സ്വന്തം മകളെ പിടിച്ചാണ് അദ്ദേഹം സത്യം ചെയ്യുന്നത്. താൻ ആ പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബിനു അടിമാലി ഇവിടെ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കാരണം ഇത് ഫ്ലവേഴ്സിൽ വെച്ച് നടന്നതാണ്. എന്തായാലും അവിടെ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ തെളിവുകൾ കിട്ടാതിരിക്കത്തില്ല. കാരണം അവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ തെളിവുകളും കാണും. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ്, എന്തുകൊണ്ട് ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്നും 2 മാസം സസ്പെൻഡ് ചെയ്തു? അതിനും ബിനു അടിമാലി ഉത്തരം പറഞ്ഞേ ഒക്കത്തുള്ളൂ. എന്ത് ചെയ്യണത്? പക്ഷെ എനിക്കിത് ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം. ബിനു അടിമാലിയുടെ അത്രയ്ക്കും ഞാൻ കൂടെ നിന്നു. എന്നിട്ട് തന്നെ എൻ്റെ ഈ ക്യാമറ വെച്ചിട്ടാണ് ആളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നത്. ഞാൻ ഈ ലോൺ തീർന്നിട്ടില്ല, ഇപ്പോൾ മേടിച്ചത് പലരും കടം മേടിച്ചിട്ടാണ് ഞാൻ. എന്നാൽ ഈ ടീമിൽ നിന്ന് ഒരാളും അതിനെപ്പറ്റി സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ജിനീഷ് വ്യക്തമാക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ക്യാമറ കിട്ടണം. അദ്ദേഹത്തിന്റെ ക്യാമറയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. എന്തായാലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് തന്നെയാണ്. മറുവശത്ത് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. എന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.